ഹായ്, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി കളമശ്ശേരിയിൽ വെച്ച് എൻ്റെ CPOയുടെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു. ഞാൻ പാസ്സായി. ഞാൻ പാസ്സായതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് കൊല്ലത്ത് അഞ്ചലിലുള്ള ഡ്രീംസ് ഡിഫൻസ് അക്കാദമിക്കാണ്. എൻ്റെ പ്രാക്ടീസിൻ്റെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ അവിടെയായിരുന്നു, കൊല്ലത്തായിരുന്നു. വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി ഞാൻ കൊച്ചിയിൽ 1-2 അക്കാഡമീസിൽ വേറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒന്നും തന്നെ പ്രാക്ടീസ് എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ പൈസ കൊടുത്ത് പേ ചെയ്തതിൻ്റെ പേരിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് 4 ഇവൻ്റ് ഉണ്ടായിരുന്നു. 5ാമതൊരു ഇവൻ്റ് കൂടിയായിട്ട് ഹൈ ജമ്പ് റെഡിയാക്കി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊല്ലത്തേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ വരുന്നത്. അതിന് മുന്നേയും യൂട്യൂബിൽ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പല ഇവൻറ്റുകളുടെയും ചെയ്യുന്നതിനുള്ള റെഫറലായിട്ട് ഞാൻ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഇവരുടെ വീഡിയോസിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആയിരുന്നു. പക്ഷെ നേരിട്ട് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒബ്വിയസ്ലി കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന എക്സ്പെൻസ്, അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഫിസിക്കലിലോട് അടുക്കും തോറും എനിക്ക് ഹൈ ജമ്പ് എന്നുള്ള ഇവൻറ്റ് റെഡിയാക്കാൻ പറ്റാണ്ട് വന്നപ്പോഴേക്കും പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല, കൊല്ലത്തേക്ക് പോകുന്നതിനെ പറ്റി തന്നെ തീരുമാനിച്ചു. പക്ഷെ അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടുത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിക്കാനായിട്ട് അവിടെ വേറെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസിൽ കണ്ടതിൻ്റെ ബേസിൽ വെച്ച് മാത്രമായിരുന്നു ഞാൻ കൊല്ലത്തേക്ക് പോയത്. പക്ഷേ നേരിട്ട് പോയി അവിടുത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടതിനേക്കാളും വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അവിടെ നമ്മളെ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് ശരൺ സാറാണ്. നമ്മൾ അവസാനം ജോയിൻ ചെയ്തതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ രീതിയിലും പുള്ളിക്കാരൻ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ നല്ലപോലെ പേഴ്സണലി ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അത്രയധികം സിൻസിയറായിരുന്നു പുള്ളി. ഓൾറെഡി ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവൻറ്റുകൾ ചെയ്യുന്ന പിള്ളേരായിരുന്നു. അവരുടെ ഒപ്പം തന്നെ എനിക്കും അപ്പം അത്രയധികം പിള്ളേരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് പുള്ളിക്കാരൻ ടൈം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ പുള്ളി നമ്മളെ അത്രയും സിൻസിയറായിട്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഹൈ ജമ്പ് എന്നുള്ള ഇവൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. 2 ദിവസം കൊണ്ട് തന്നെ പുള്ളി എനിക്ക് ഹൈ ജമ്പ് റെഡിയാക്കി തന്നു. അതിൻ്റെ ഒപ്പം തന്നെ ലോങ് ജമ്പ് എൻ്റെ ഇവൻ്റായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കാരണം മുന്നേ പോയ അക്കാഡമീസിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും എനിക്ക് ലോങ് ജമ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാറാണ് എനിക്ക് ലോങ് ജമ്പ് കൂടി കിട്ടും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് തന്ന് അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്ന് എന്നെ കൊണ്ട് ഹഡിൽസ് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പുള്ളിക്കാരൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് ലോങ് ജമ്പ് റെഡിയാക്കി തന്നു. ആ ഒറ്റ ബലത്തിലാണ് എനിക്കിപ്പോൾ ഫിസിക്കലി പാസ്സായി ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ജമ്പും ലോങ് ജമ്പും എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് സാറിനോട് പറഞ്ഞാൽ മതിയാവില്ല. ഒരുപാട് നന്ദിയുണ്ട് ശരൺ സാറിനോടും ഡ്രീംസ് ഡിഫൻസ് അക്കാദമിയോടും. അപ്പോൾ ഇനി ഓൾറെഡി ഫിസിക്കൽ പാസ്സായവർക്കും ഇനിയിപ്പോൾ ഫിസിക്കലിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്റ്റുഡൻസിന് ഡ്രീംസ് ഡിഫൻസ് അക്കാദമിയിലൂടെ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.